പാലക്കാട് മുണ്ടൂരിൽ യുവാവിനെ തലയ്ക്കടിച്ചു കൊന്നു. മുണ്ടൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാട് ചേരുന്നുണ്ട്. സച്ചിൻ, എന്താണ് സംഭവിച്ചത്? ഓക്കെ സച്ചിൻ, കേൾക്കാമോ? ആര്യ, ഇന്നലെ രാത്രിയോടുകൂടിയാണ് നാടിനെ നടുക്കിയ ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. പാലക്കാട് മുണ്ടൂരിലാണ് അയൽവാസികൾ ചേർന്ന് മണികണ്ഠൻ എന്ന ആളെ തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം മദ്യപാനത്തിൻ്റെ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. DYSP തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്താണ് സംഭവിച്ചത്? അയൽവാസികൾ തമ്മിലാണ് ഈ മണികണ്ഠൻ എന്ന് പറയുന്ന 55 വയസ്സുള്ള ആളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ പ്രതികളായിട്ടുള്ളവരും തമ്മിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തുണ്ടായിട്ടുള്ളൊരു സഡൻ പ്രൊവോക്കേഷനിലുള്ള ഈ സംഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കൂടുതലായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മർദ്ദിച്ചവർ രണ്ടുപേരും പിടിയിലായിട്ടുണ്ടോ? അവരെ കസ്റ്റഡി എടുക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കിട്ടും. അതിനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ മറ്റെന്തെങ്കിലും കാരണങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങളോ നാട്ടുകാർ എന്തെങ്കിലും സൂചന നൽകിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ സൂചന ഒന്നുമില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. മറ്റ് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഭാര്യയൊക്കെ പണിക്ക് പോയിരിക്കുകയാണ്. പിന്നെ അയൽവാസികളും വിവാഹം കഴിക്കാത്ത പാർട്ടികളാണ്. അപ്പോൾ അവർ ഈ മദ്യപാനം ഉള്ളതായിട്ടാണ് പ്രാഥമികമായിട്ടും മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വഴക്കാണ് ഈ സംഭവത്തിന് കാരണം ഉണ്ടായിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് മറ്റ് വിഷയങ്ങൾ ഇതിനകത്ത് കൂടുതൽ അന്വേഷിക്കാം, എന്നിട്ട് നോക്കാം. എന്താണ് തർക്കം എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്? ഇല്ല, വ്യക്തമായിട്ടില്ല. അത് പ്രതികളെയും കൂടി കിട്ടി ചോദിച്ചാലാണ് അതിനെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നത്. കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ മണികണ്ഠൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതൊക്കെ എങ്ങനെയാണ്? പോസ്റ്റ്മോർട്ടം നടപടികൾ ഇൻക്വസ്റ്റിന് ശേഷം സയൻറ്റിഫിക് എക്സ്പേർട്ടിനെയും ഫിംഗർ പ്രിൻറ്റും ഡോഗ് സ്ക്വാഡെല്ലാം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം അവർ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ വെച്ചിട്ട് തന്നെ പൂർത്തിയാക്കും. അതിനുശേഷം പൂർവ്വവൈരാഗ്യം പ്രത്യേകിച്ചില്ല. പൂർവ്വവൈരാഗ്യങ്ങളൊന്നും പറഞ്ഞ് കേൾക്കുന്നില്ല. അത് നോക്കാം, അത് കൂടുതൽ അന്വേഷിക്കാം. അപ്പോൾ വന്ന് പ്രതികൾ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്, ഉണ്ടാവും. തീർച്ചയായും ആര്യ, പ്രതികൾ രണ്ടുപേരും കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന കാര്യം തന്നെയാണ് DYSP വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ വീട്ടിലാണ് രണ്ട് പ്രതികൾ, അതായത് ബിനീഷ്, വിനോദ് സഹോദരങ്ങളുടെ വീടാണിത്. അതിന് തൊട്ടടുത്ത് ഈ തകർച്ചാവസ്ഥയിലായിരിക്കുന്ന വീട്ടിലാണ് മണികണ്ഠൻ ഒറ്റക്ക് താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രിയും മൂവരും ചേർന്ന് മദ്യപിച്ചിരുന്നു. ആ മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരം. ശരി, സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്.